മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. കുറച്ച് ആരോഗ്യ മേഖലയോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അങ്കമാലി കാലടി കമ്മിറ്റികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആരോഗ്യ മേഖലയോടുള്ള അനാസ്ഥയ്ക്കും അവഗണനയ്ക്കുമെതിരെ അങ്കമാലി കാലടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ധർണയ്ക്ക് മുന്നോടിയായി ടി.വി. ജംഗ്ഷനിൽ നിന്ന് ടൗൺ ചുറ്റി താലൂക്ക് ആശുപത്രിയുടെ മുന്നിലേക്ക് പ്രകടനവും നടന്നു. തുടർന്ന് നടന്ന ധർണ അങ്കമാലി എം.എൽ.എ. റോജി എം. ജോൺ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ PR വർക്കുകളും റീലുകളും മാത്രമാവുകയും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളൊന്നും നടത്താത്തതുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യരംഗം അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് അനുദിനം പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം പിണറായി ഭരണകാലത്ത് ICUയിലായിരുന്ന കേരളത്തിന്റെ ആരോഗ്യരംഗം രണ്ടാം പിണറായി ഭരണമായപ്പോഴേക്കും വെന്റിലേറ്ററിലായി എന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ദുരിതഫലമാണ് ഓരോ ദിവസവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കോട്ടയത്തുണ്ടായ സംഭവം, മെഡിക്കൽ കോളേജിലെ അതിദാരുണമായിട്ടുള്ള സംഭവം നമ്മുടെ എല്ലാവരുടെയും മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ സംഭവമാണ്. എത്രയോ നാളുകളായി ഫിറ്റ്നസ് ഇല്ലാതെ അടിയന്തിരമായി പൊളിച്ചു മാറ്റണം, ഉപയോഗശൂന്യമാണ്, ഒരു നിമിഷം പോലും ഇവിടെ നിലനിർത്താൻ പാടില്ല എന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം സർട്ടിഫൈ ചെയ്ത ഒരു കെട്ടിടം. അങ്കമാലി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. കാലടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സെബി കിടങ്ങൻ സ്വാഗതം പറഞ്ഞു. മുൻ എം.എൽ.എ. പി. ജെ. ജോയ്, DCC ഭാരവാഹികളായ PV ജോസ്, KP ബേബി, PV സജീവൻ, ഷെയ്ജോ പറമ്പി, മാത്യു തോമസ്, KV ജേക്കബ്, KV ബാബു, ചന്ദ്രശേഖര വാര്യർ, മനോജ് മുല്ലശ്ശേരി, KS ഷാജി, രാജു പറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാലടി.